കെ സുധാകരന്റെ എതിർപ്പ് മുഖവിലക്കെടുക്കാതെ പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ ഹൈക്കമാൻഡ് നീക്കം. കെ സുധാകരനുമായി ഹൈക്കമാൻഡ് ഒരു തവണ കൂടി ആശയവിനിമയം നടത്തിയേക്കും. താമസിയാതെ പുതിയ പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിലെ അനിശ്ചിതത്വത്തിൽ അതൃപ്തിയുമായി യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നു. കെ സുധാകരൻ ഇന്നലെ നടത്തിയ പ്രതികരണത്തിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ഡൽഹിയിൽ സമവായത്തിലെത്തിയ ശേഷം കേരളത്തിലെത്തി നിലപാട് മാറ്റിയത് എന്തുകൊണ്ട് എന്നത് ഹൈക്കമാൻഡ് പരിശോധിക്കും. അപ്പോഴും സുധാകരനെ നീക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഹൈക്കമാൻഡ് പിന്നോട്ടില്ല. KC വേണുഗോപാൽ സുധാകരനുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തും. സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്തുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. ആന്റോ ആന്റണിക്ക് തന്നെയാണ് മുൻഗണന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നിലവിലെ അനിശ്ചിതത്വത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടം രംഗത്ത് വന്നത്. തീരുമാനം എന്തായാലും വേഗത്തിൽ വേണം. പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതാണ് നിലവിലെ അനിശ്ചിതത്വമെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു. അതിനിടെ പാലക്കാട് DCC ഓഫീസിന് മുന്നിൽ കെ സുധാകരനെ പിന്തുണച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പിണറായിയെ അടിച്ചിടാൻ കെ സുധാകരൻ മാത്രമേ ഉള്ളൂവെന്നും കെ സുധാകരൻ ഇല്ലെങ്കിൽ CPM മേഞ്ഞു നടക്കുമെന്നുമാണ് പോസ്റ്ററിലുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.